ഇവിടെ വിഷയം പറഞ്ഞു കേട്ടത് നമ്മുടെ ഉത്സവങ്ങൾ, അവയുടെ മഹിമ, അനിവാര്യത, അതേ സമയത്ത് നിർവഹണത്തിലെ പ്രതിബന്ധങ്ങൾ, ഈ രണ്ട് ഭാഗങ്ങളെക്കുറിച്ചാണ്. അല്പം ചിലത് ചിന്തിക്കാം. വിവിധ ദിശകളിലൂടെ ശ്രദ്ധിക്കാവുന്ന വിഷയമാണ്. അതുകൊണ്ട് സമഗ്രമായൊരു വിഷയാവതരണം പ്രതീക്ഷിക്കരുത്. മണിക്കൂറുകൾ വേണ്ടി വരും. അതിന് പകരം എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയും. എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ഒരു കഷ്ണം കടലാസിൽ കുറിച്ച് തന്നോളൂ. അറിയുന്നതാണെങ്കിൽ പറയും. അതിന് സമയം കണ്ടെത്തുക. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു തിരുത്ത് പറയാതിരുന്നാൽ അത് ധാർമ്മികമായി നമ്മുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ സ്വാഗതം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്ക്, അതിലുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. അദ്ദേഹത്തോട് ഞാൻ ചെവിയിൽ അതാ പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒന്നിനെ ഞാൻ എതിർക്കൂട്ടുമോ എന്ന്. അല്ല, അദ്ദേഹത്തിന് അതിന് വിഷമമുണ്ടെങ്കിൽ എതിർക്കില്ല. അപ്പോൾ വിഷമമൊന്നുമില്ല. ശരി. ഈ നായാടി മുതൽ നമ്പൂതിരി വരെ പറഞ്ഞു. തെറ്റാണത്, പറയരുത്. നായാടിയും നമ്പൂതിരിയും എന്ന് പറഞ്ഞോളൂ. മുതൽ എന്ന് പറയുമ്പോൾ ഒരാൾ താഴെയും മറ്റൊരാൾ മേധയുമാണ്. അത് വളരെ വികലവും വികൃതവുമായൊരാശയമാണ്. താത്പര്യം, സനാതനധർമ്മത്തിൽ അതിൻ്റെ വ്യവസ്ഥയിൽ അനേക ഗോത്രങ്ങൾ, അനേക കുലങ്ങൾ, അനേക സമുദായങ്ങൾ, അനേക ജാതികൾ ഒക്കെയായിട്ട് കാലാന്തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ വർത്തമാനകാലത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയനുസരിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം കുല, ജാതി, സമുദായാദികളെ ദോഷയുക്തമായിട്ട് ഇന്നത്തെ സമൂഹം കണ്ടെന്നു വരും. അതൊക്കെ പറയുന്നത് തന്നെ എന്തൊരു നെറികേടാണെന്നോ ദോഷമാണെന്നൊക്കെയുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ വർത്തമാനകാല സമൂഹത്തിൽ പറയാറുണ്ട്. പക്ഷേ കാലാന്തരത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ കടന്നു വന്നപ്പോൾ, ആവർത്തിക്കട്ടെ, കാലാന്തരത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ കടന്നു വന്നപ്പോൾ ജാതി സമുദായ വ്യവസ്ഥകളൊക്കെ ദോഷയുക്തങ്ങളായി. ശരിയാണ്, നമ്മളും അതിനെ എതിർക്കുന്നു. എന്നാൽ പാരമാർത്ഥികമായിട്ട് ഒരു ഉച്ചനീചത്വം കൽപ്പിക്കാത്ത കാലത്തോളം അവ ദോഷമുള്ളതാണെന്ന് കണക്കാക്കാൻ വയ്യ. എല്ലാത്തിനും അതിൻ്റെ മഹിമയുണ്ട്. നായാടിക്ക് നായാടിയുടെ മഹിമയുണ്ട്, നമ്പൂതിരിക്ക് നമ്പൂതിരിയുടെ മഹിമയുണ്ട്, നായർക്ക് നായരുടെ മഹിമയുണ്ട്, പുലയർക്ക് പുലയരുടെ മഹിമയുണ്ട്. ഓരോ സമുദായത്തിനും ഓരോ ജാതിക്കും അതിൻ്റെ മഹിമയുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം. കാരണം വ്യത്യസ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭക്തമാണ് കുലവ്യവസ്ഥ. ഓരോ കർമ്മത്തിലും അതീവ പ്രാഗൽഭ്യം ചെറുപ്പത്തിലേ നേടിയെടുക്കാൻ കഴിയും കുലവ്യവസ്ഥ കൊണ്ട്. ഇന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് നഷ്ടമായി കഴിഞ്ഞു. ഇന്ന് പ്രായോഗികമായി കുലവ്യവസ്ഥ നമ്മുടെ ഇടയ്ക്കില്ല. എങ്കിലും ഉണ്ടായിരുന്ന കാലത്ത് ഓരോ തൊഴിലിലും പ്രാവീണ്യം നേടുന്നതിന് സഹായിക്കുന്നതായിരുന്നു അത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നും നമ്മൾ ഏതൊരു ആർക്കിടെക്റ്റ് ആയാലും, എത്ര വലിയ ആർക്കിടെക്റ്റോ ആവട്ടെ, അത്ഭുതത്തോടു കൂടിയല്ലാതെ തമിഴ്നാട്ടിലുള്ള ഉന്നത ഗോപുരങ്ങളും അവയിലെ സൂക്ഷ്മങ്ങളായ കൊത്തുവേലകളും ഒരുപോലെ നോക്കിക്കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ എത്ര സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു 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 ഉപകരണ നിർമ്മാതാവ്
അനേക ശതകങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു പൂട്ട്, ഒരു പൂട്ടിന് 6 താക്കോല്, 7 താക്കോല്, 9 താക്കോലൊക്കെ എല്ലായിട്ടും പ്രത്യേക ദിശയെ തിരിച്ചാൽ മാത്രമേ തുറക്കൂ പൂട്ടൂ. ആരെങ്കിലും ഏതെങ്കിലും ദിശയെ തുറക്കുകയില്ല, പൂട്ടുകയില്ല. നമ്മളിട്ട് തിരിക്കലേ ഉണ്ടാവുള്ളൂ, തുറക്കില്ല. ഇതൊക്കെ കാണുന്ന സമയത്ത് അതൊരു പ്രാഗൽഭ്യം, രത്നവിദ്യയിൽ നമുക്കുണ്ടായിരുന്ന പ്രാഗൽഭ്യം. ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിലൊക്കെ അന്ന് സ്യമന്തകത്തിൻ്റെയും മറ്റും മഹിമ വർണ്ണിക്കപ്പെട്ടത്, പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെട്ടത് അത്ഭുതത്തോടു കൂടിയല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ, ചരകത്തിലേക്കോ സുശ്രുതത്തിലേക്കോ ഒന്ന് പറയേണ്ട ആവശ്യമില്ല, അത്ഭുതപ്പെടും എന്നുള്ളതിൽ സന്ദേഹമില്ല. ഇങ്ങനെ ഓരോ മേഖലയിലും ഓരോ വിദ്യയിലും എത്ര സൂക്ഷ്മതയും നൈപുണ്യവും നമ്മൾ നേടിയിരുന്നു എന്നുള്ളത് കുല തൊഴിലിൻ്റെ മഹിമയെ എടുത്ത് കാണിക്കുന്നതാണ്. പക്ഷെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തിരിപ്പനാണ്, ഇവൻ ഏതോ കാലത്ത് ജനിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് പറയാനുള്ളത്, സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. സ്വേ സ്വേ കർമ്മണ്യഭിരത, സ്വന്തം സ്വന്തം കർമ്മത്തിൽ അഭിരതനായാൽ മനുഷ്യൻ സംസിദ്ധിയെ പ്രാപിക്കും എന്ന ഗീതാവചനം ഓർമ്മിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് മുതൽ വരെയെന്ന് പറയരുത്. മുതൽ വരെയെന്ന് പറയുമ്പോൾ ഒരാൾ താണതാണ്, ഒരാൾ പൊന്തിയതാണ്. ആരാ പൊന്തിയത്, ആരാ താണത്? നമ്മളെല്ലാം ഒന്നാണ്, ഒന്നാണെന്ന ഭാവന വേണം. ഓരോരുത്തർക്കും അവരവർ ചെയ്യുന്ന തൊഴിൽ ശ്രേഷ്ഠമാണെന്ന ഭാവന വേണം. എൻ്റെ കുലത്തൊഴിൽ ശ്രേഷ്ഠമാണെന്നുള്ള അഭിമാനത്തോടു കൂടി ഞാൻ പുലയനാണ്, അല്ലെങ്കിൽ ഞാനൊരു ചെറുമനാണ്, ഞാനൊരു നമ്പൂതിരിയാണ്, ഞാൻ നായരാണ് എന്ന് പറയാൻ അഭിമാനമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അതുകൊണ്ട് മറ്റൊരാളെ ഉയർന്നോ താണോ കാണാൻ പാടില്ല. അപ്പം ഇതായിരിക്കണം. അതുകൊണ്ട് ഈ മുതൽ വരെ എന്നുള്ള ദയവ് ചെയ്ത് ആ പ്രയോഗം ഒഴിവാക്കണം എന്നൊരു അപേക്ഷ എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് സമ്മതാവും എത്ര പേർക്ക് വിസമ്മതാവും എന്നൊന്നും അറിയില്ല. നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ വായെന്ന് അത് വരാൻ പാടില്ല. ഒരു സ്ഥലത്ത് നമ്മൾ പ്രഭാഷണത്തിന് പോയപ്പോൾ ഈ ഒരു വിഷയം വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഈ വിഷയം ഞാൻ സംസാരിക്കില്ല പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു ഈ സ്വാമി എന്തൊരു എന്താ പറയേണ്ടത്, സവർണ ഫാഷിസത്തിൻ്റെ വക്താവാണെന്നൊക്കെ അവർ വിചാരിച്ചു. അതുകൊണ്ട് അവർക്ക് എന്നാൽ പിന്നെ സ്വാമി ഇഷ്ടമുള്ള വിഷയം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ മുതൽ വരെ ഒഴിവാക്കിയാൽ പറയാം എന്ന് പറഞ്ഞു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരി, നമുക്ക് ഇന്നത്തെ ഇവിടെ സംഘാടകർ നിശ്ചയിച്ച വിഷയം ഉത്സവങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയെ, മഹിമയെ ഒരിക്കൽ തൻ്റെ ഒരു അമേരിക്കൻ പ്രസംഗത്തിൽ സ്വാമിജി വിവേകാനന്ദ സ്വാമികൾ ചൂണ്ടിക്കാണിക്കുകയും തുടർന്ന് പല പ്രഭാഷണങ്ങളിൽ അത് ആവർത്തിക്കുകയും ചെയ്തു. അന്ന് സ്വാമിജി പറഞ്ഞത്, നിങ്ങൾക്ക് ജോൺ ജോസഫ് തോമസ് 3 പേർക്കും ഒരേ വലുപ്പമുള്ള കോട്ടും ഒരേ വലുപ്പമുള്ള ഹാറ്റുമാണ്. ഞങ്ങൾക്കതല്ല, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ദേഹത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് കോട്ട്, അവനവൻ്റെ തലയുടെ വലുപ്പത്തിനനുസരിച്ചാണ് ഹാറ്റെന്ന്. ഇതാണ് സനാതനധർമ്മത്തെ ഇതര എബ്രഹാമിക് മതങ്ങളിൽ നിന്ന് വിഭിന്നമാക്കുന്ന ഏറ്റവും വലിയ മഹിമ. മറ്റതെല്ലാവർക്കും ഒരു കോട്ട്, എല്ലാവർക്കും ഒരു ഹാറ്റ്. നമുക്കതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കോട്ടും തയ്ക്കാം, ഹാറ്റും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. സ്വന്തം സ്വഭാവഘടനയ്ക്കും ബൗദ്ധിക തലത്തിനും അനുസൃതമായ ഉപാസനാ പദ്ധതികൾ നമുക്കുണ്ട്. അവിടെ ജ്ഞാനയോഗമെന്നോ കർമ്മയോഗമെന്നോ ഭക്തിയോഗമെന്നോ അല്ലെങ്കിൽ അഷ്ടാംഗയോഗമെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല. വ്യത്യസ്തങ്ങളായ യോഗമാർഗങ്ങൾ, വിഭിന്നങ്ങളായ സാധനാ സമ്പ്രദായങ്ങൾ നമുക്ക് ഋഷീശ്വരന്മാർ ഉപദേശിച്ചു. ഇനി ഒരാൾ ഇത്തരം സാധനാ സമ്പ്രദായങ്ങളെ ഒന്നും സ്വീകരിക്കുന്നില്ല, എന്നാലും അയാൾ ഹിന്ദു അല്ലാതാകുന്നില്ല. ഒരാൾ പറയുകയാണ്, എനിക്ക് ഈശ്വരനിലേ വിശ്വാസമില്ല. സന്തോഷം, നീ വിശ്വസിക്കണ്ട. നിന്നോട് വിശ്വസിക്കാൻ ആരെങ്കിലും പറഞ്ഞ? അല്ല, ഞാൻ ഈശ്വരനെ എതിർക്കുന്ന ആളാണ്. സന്തോഷം,
അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. അവനെ നമ്മൾ ഒഴിവാക്കില്ല എന്ന് മാത്രമല്ല, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമയെ നോക്കിക്കാണുക. ഈശ്വര തത്വത്തെ സുസൂക്ഷ്മം അപഗ്രഥിച്ച ബാദരായണൻ നമുക്ക് മഹർഷിയാണെങ്കിൽ, ഈശ്വരനെ നിഷേധിച്ച ചാർവാകനും നമുക്ക് മഹർഷിയാണ്. അദ്ദേഹത്തെ നമ്മൾ എത്തീസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചില്ല. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ സർവാശ്ലേഷിത. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വ്യവസ്ഥയിൽ പരമമായ കൃതാർത്ഥതയിലേക്ക്, ജന്മലക്ഷ്യത്തിലേക്ക്, പരമപുരുഷാർത്ഥത്തിലേക്ക് ഉയരുന്നതിന് അനേക പദ്ധതികളെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നു. അനേക പദ്ധതികളെ, തീർത്തും വിഭിന്നങ്ങളായ. അങ്ങനെയുള്ള പദ്ധതികളിൽ ഉപാസന എന്നുള്ളത് മുഖ്യമാണ്. ഉപാസന ഏത് പദ്ധതിയായാലും ആ ഉപാസനയ്ക്ക് ഭേദമുണ്ട്. ഇപ്പോൾ കർമ്മയോഗ പദ്ധതിയിലുള്ള ഉപാസനയും അല്ലെങ്കിൽ ശ്രവണ മനന നിധിധ്യാസ മാർഗത്തിലുള്ള ജ്ഞാനയോഗ പദ്ധതിയിലുള്ള ഉപാസനയും വിഭിന്നമാണ്. അല്ലെങ്കിൽ ശ്രവണ കീർത്തനാദികളുടെ ഭക്തിമാർഗത്തിലുള്ള ഉപാസനാക്രമം വിഭിന്നമാണ്. പക്ഷെ എല്ലാത്തിലും ഉപാസനയുണ്ട്. ഉപാസന എന്ന് പറയുമ്പോൾ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്ന നമ്മുടെ മനസ്സിനെ ഒരു കേന്ദ്രത്തിൽ, ഒരാശ്രയത്തിൽ ഉറപ്പിക്കാനുള്ള പരിശ്രമവും, അനന്തരം ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ ഏകധാരയായി മനോവൃത്തികളെ ഒന്നിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഉപാസന എന്നുള്ളത്. ഭഗവാൻ ഭാഷ്യകാരൻ നമ്മളോട് പറഞ്ഞു തരും, ഉപാസനം നാമ യഥാശാസ്ത്രം ഉപാസ്യസ്യ അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യമുപഗമ്യ തൈലധാരാവത് സമാന പ്രത്യയ പ്രവാഹേണ ദീർഘകാലം യഥാസനം എന്ന്. അതായത് നമ്മുടെ മനസ്സിൻ്റെ വൃത്തികൾ, അവയെ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ശാസ്ത്രത്തിനനുസരിച്ച് ഉപാസിക്കപ്പെടാവുന്ന ഏതെങ്കിലും ഒരാശ്രയം, ഒരു ധ്യേയം, അതിനെ നമ്മൾ വിഷയമാക്കുക. അപ്പം നമ്മൾ വിഷയമാക്കുമ്പോൾ എന്തായി? അത് നമ്മളും സമീപതയെ പ്രാപിച്ചു. ഇപ്പോൾ ഒരു മുറിയിൽ താമസിക്കുന്ന രണ്ട് പേരാ, അവർ തമ്മിൽ മാനസികമായ പൊരുത്തം ഇല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലുള്ള പോലെ ഉണ്ടാവും. എത്ര വിദൂരത്തോ ആയിക്കോട്ടെ, ആന്തരികമായ അടുപ്പമുണ്ടെങ്കിലോ അവർ ഒന്നായി. അപ്പോൾ വിഷയീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലായി. അങ്ങനെ വിഷയീകരിക്കുന്നതിലൂടെ സമീപതയെ പ്രാപിച്ച് തൈലധാര പോലെ, തൈലധാര എന്ന് പറഞ്ഞാൽ നല്ല എണ്ണ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ധാരയായി ഒഴിക്കുന്നത് പോലെ സമാന പ്രത്യയ പ്രവാഹേണ, സമാനമായ ചിത്തവൃത്തികളുടെ പ്രവാഹത്തോടു കൂടി ദീർഘകാലം ഏതൊരു ജീവിതമുണ്ടോ ആ ജീവിതത്തിന് പറയുന്ന പേരാണ് ഉപാസന. അപ്പോൾ എല്ലാ മാർഗങ്ങളിലും ഉപാസന എന്നുള്ളത് മുഖ്യമാണ്. ഈ ഉപാസനയ്ക്ക് അനേക മാർഗങ്ങൾ ആചാര്യന്മാർ തന്നു. ആ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ ഭക്തിജ്ഞാന കർമ്മ അഷ്ടാംഗാദി സകല യോഗമാർഗങ്ങളുടെയും സമന്വയമുള്ള ഒരു ഉപാസനാ പദ്ധതിയാണ് ക്ഷേത്രോപാസന എന്നുള്ളത്. സൂക്ഷ്മമായി ക്ഷേത്രോപാസനയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ യോഗമാർഗങ്ങളുടെയും സമന്വയം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം, അങ്ങോട്ട് ഇപ്പോൾ കടക്കണില്ല. നമ്മളെ വിഷയം അതല്ല. വിഷയം ഉത്സവമാണ്. ഉത്സവം പറയുകയാണെങ്കിൽ ആദ്യം ക്ഷേത്രം പറയാതെ വയ്യ. ഇപ്പം എല്ലാ ഉപാസനാ പദ്ധതികളുടെയും എല്ലാ യോഗങ്ങളുടെയും സമന്വയം ക്ഷേത്രോപാസനാ പദ്ധതിയിലുണ്ട്. അപ്പം ക്ഷേത്രോപാസന എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലൂടെ അഥവാ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഉപാസനയാണ്. ഇവിടെ 2-3 തലങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ആ ക്ഷേത്രം മന്ത്രചൈതന്യത്തിൻ്റെ സ്ഥാനമായ, ദിവ്യതയുടെ ഒരു ആവാഹിക്കപ്പെട്ട സ്ഥാനമായ ക്ഷേത്രം ആ ചുറ്റുപാട് മുഴുവൻ ശക്തി സ്പന്ദനത്തെ പ്രസരിപ്പിക്കുന്നതിലൂടെ ഒരു പ്രദേശത്തിൻ്റെ മൊത്തം ശക്തി കേന്ദ്രമായിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് ശുദ്ധിയോടുകൂടി ദർശനത്തിന് പോകുന്നവരുടെ സങ്കല്പ ദർശനങ്ങളുടെ ഏകീകരണം സംഭവിക്കുന്നു എന്നുള്ളത്. ഈ രണ്ടുമാണ് ക്ഷേത്രത്തെ ശക്തിമത്താക്കി നിലനിർത്തുന്നത്.
അത്തരമൊരു ശക്തി കേന്ദ്രത്തിലേക്ക് വിധാനമനുസരിച്ച് പോകുന്ന ദർശകൻ്റെ ഒരു ഉപാസന, അതാണ് ക്ഷേത്രോപാസന എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ ക്ഷേത്രം? ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ വിശദീകരണമൊക്കെ ലളിതമാണ്. ക്ഷയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതെന്ന് പറയാം. ക്ഷയം അജ്ഞാനമാണ്. അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, സകലവിധ ക്ഷയങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് എന്നൊക്കെ അർത്ഥം പറയാം. എങ്കിലും എന്താണ് ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാനപരമായി ഈശ്വരനെ, നാമരൂപരഹിതനായ ഈശ്വരനെ, വ്യത്യസ്ത നാമരൂപ ഭാവങ്ങളോടുകൂടിയ ദേവതാ തത്വങ്ങളിൽ കണ്ട് ആ ദേവതകളെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ഉപാസിച്ച് വരുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇത് പറയുന്ന സമയത്ത് അവിടെ ക്ഷേത്രത്തിൽ നമ്മൾ നാമരൂപരഹിതനായ ഈശ്വരനെ അല്ല പൂജിക്കുന്നത്, സങ്കല്പിക്കുന്നത്, ആരാധിക്കുന്നത്, മറിച്ച് നാമരൂപയുക്തമായ സകളീകൃതമായ സഗുണവും സാകാരവുമായ ദേവതാഭാവങ്ങളെയാണ്. ആ ദേവതകളിലൂടെ ലക്ഷീകരിക്കപ്പെടുന്നതോ ഈശ്വരനാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഈശ്വരൻ എത്ര ഉണ്ട്? ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. രണ്ട് ഈശ്വരന്മാരില്ല. ഏകനാണെന്ന് പറഞ്ഞാലും പോരാ, ഏകനാണ്, അദ്വിതീയനാണെന്ന് പറയണം. രണ്ടാമതൊന്നില്ലാത്ത ഏക സ്വഭാവമാണ് ഈശ്വരൻ. രണ്ട് ഈശ്വരന്മാരില്ല, ഉണ്ടാവാൻ തരമില്ല. രണ്ട് ഈശ്വരന്മാരുണ്ടെന്ന് പറയുന്നത് തന്നെ യുക്തിരഹിത. കാരണം ഒരാൾ ഈശ്വരനാണെന്ന് വെച്ചാൽ അയാൾ എല്ലാത്തിനെയും ഈശ്വരൻ ചെയ്യണമല്ലോ. അപ്പോൾ രണ്ട് ഈശ്വരനുണ്ടെങ്കിൽ ഒരാൾ മറ്റേയാളെ ഈശ്വരൻ ചെയ്യണ്ടേ? ഈശ്വരൻ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഈശ്വരനാവുമോ? ദ്വൗ ഈശ്വരൗ ന സംഭവതഃ ഏകസ്യ അനീശ്വരത്വ പ്രസംഗാത് എന്നതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരും. രണ്ട് ഈശ്വരന്മാർ സംഭവിക്കില്ല, ഒരാൾ അനീശ്വരനാകും എന്നതുകൊണ്ട്. ഈശ്വരൻ ഏകനാണ്. എന്നാൽ ദേവതകളോ? കോടാനുകോടി ദേവതകളുണ്ട്. എത്ര കോടി ദേവത എന്ന് പറയാൻ പറ്റില്ല. എത്ര പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ടോ അവയുടെ മുഴുവൻ അധിദേവതകളുണ്ട്. അഗ്നി ജ്വലിക്കുന്നുണ്ടോ? അഗ്നിദേവതയുണ്ട്. വായു പ്രവഹിക്കുന്നുണ്ടോ? വായുദേവതയുണ്ട്. ജലമൊഴുകുന്നുണ്ടോ? ജലദേവതയുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി ദേവതകളുണ്ട്. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ പിന്നിൽ നിലകൊള്ളുന്ന അധിനിയമങ്ങളെ മുഴുവൻ നമുക്ക് ദേവതകളായി കാണാം. സൃഷ്ടി എന്നൊരു പ്രക്രിയ ഉണ്ടോ? അതിനധിഷ്ഠാന ദേവത ഉണ്ട്. സ്ഥിതി എന്നൊരു പ്രക്രിയ ഉണ്ടോ? അതിനധിഷ്ഠാന ദേവത ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി ദേവതകളുണ്ട്. കോടാനുകോടി. എന്നാൽ ഈ ദേവതകളിലൂടെ മുഴുവൻ ലക്ഷീകരിക്കപ്പെടുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനാണെന്ന് മനസ്സിലാക്കണം. യാസ്കൻ തൻ്റെ നിരുക്തത്തിൽ സ്പഷ്ടമായി പറഞ്ഞു തരും, ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി എന്ന്. മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി പറയാം. ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി. ഒരു ഈശ്വരൻ്റെ, ഒരു പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ് എല്ലാ ദേവതകളും നിലകൊള്ളുന്നത്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏകേശ്വര തത്വവും ബഹുദേവതാ സങ്കല്പവും ഒത്തൊരുമിച്ച് നിൽക്കുന്നത്. ഈ ദേവതകളുടെ വിശേഷം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സത്വ രജ സ്തമോ ഗുണഭേദങ്ങളാണ്. സത്വരജസ്തമോ ഗുണഭേദങ്ങൾ. ആ ഗുണഭേദങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളോടുകൂടിയാണ് ഓരോ ദേവതയും സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം വ്യത്യസ്ത ദേവതാഭാവങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ഉപാസിക്കപ്പെടുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ഓരോ ക്ഷേത്രവും തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊരു വിഷയം മനസ്സിലാക്കണം. നമ്മൾ തന്നെ ക്ഷേത്രം സമാജത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണെന്നൊക്കെ പ്രസംഗിക്കും, ശരിയാ. പക്ഷെ സമാജത്തിൻ്റെ ആരാധനാ കേന്ദ്രം എന്നുള്ളതിനേക്കാൾ ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രാധാന്യം ദേവാലയം എന്നുള്ളതാണ്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ദേവാലയം എന്ന പ്രാധാന്യം കഴിഞ്ഞിട്ടേ ആരാധനാ കേന്ദ്രം എന്നുള്ളത് വരുന്നുള്ളൂ.
ആരാധനാ കേന്ദ്രത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ, ദേവാലയത്തിനാണ് 1ാം സ്ഥാനം. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? രണ്ടും കൂടി ഒന്നിച്ച് മനസ്സിലായിക്കൂടാ. ദേവൻ്റെ ആലയമാണ് എന്ന് വെച്ചാൽ വിശിഷ്ട മന്ത്ര സങ്കല്പത്തോടുകൂടി ആചന്ദ്ര താരകം മൊത്തം സമാജത്തിൻ്റെ അനുഗ്രഹത്തിനും ശാന്തി പ്രദാനത്തിനുമായി കൊണ്ട് പ്രതിഷ്ഠിതനായി തീരണമേ എന്നുള്ള സങ്കല്പത്തോടുകൂടി വ്യത്യസ്ത ദേവതാഭാവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥാനങ്ങളാണ് ദേവാലയങ്ങൾ. അത് ദേവൻ്റെ ആലയമാണ്. ശ്രദ്ധിക്കുക. ആ ആലയത്തിൽ ഞാൻ ആരാധനയ്ക്ക് പോകുന്നു, നീ ആരാധനയ്ക്ക് പോകുന്നു, നമ്മളെല്ലാവരും ആരാധനയ്ക്ക് പോകുന്നു. അത് 2ാം ഭാഗം. എന്താ ഈ പറഞ്ഞുകൊണ്ട് താല്പര്യം എന്നുള്ളത് അല്പം പറയാം. ദേവാലയത്തിൽ പ്രാധാന്യം അതത് ദേവതാഭാവത്തിനാണ്. ഇപ്പം നമ്മൾ ഒന്നാണ്, ഒരു ഭേദവും നമുക്കിടയിലില്ല. എങ്കിലും നമ്മൾ ഓരോരുത്തരും ആവസിക്കുന്ന സ്ഥലങ്ങൾ വിഭിന്നങ്ങളാണ്. നമുക്ക് പരസ്പരം സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പം ഞാൻ നിങ്ങളുടെ ഒരാളെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ വീട്ടിലേക്ക് വരിക എന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ആശ്രമത്തിലേക്ക് വരിക എന്ന് വിചാരിച്ചോളൂ. നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ ആരുടെ സൗകര്യമാണ് നോക്കേണ്ടത്? എൻ്റെ സൗകര്യമാണോ നിങ്ങളുടെ സൗകര്യമാണോ? ആരുടെ സൗകര്യമാണ്? നിങ്ങളുടെ സൗകര്യമാണ് നോക്കണ്ടേ, നിങ്ങളുടെ സമയമാണ് നോക്കണ്ടേ, അവിടുത്തെ വ്യവസ്ഥയാണ് ഞാൻ നോക്കണ്ടേ. അതേപോലെ നിങ്ങൾ ആശ്രമത്തിൽ എന്നെ കാണാൻ വരികയെന്ന് വെച്ചാൽ നിങ്ങൾ ആശ്രമത്തിൻ്റെ വ്യവസ്ഥയാണ് നോക്കണ്ടേ, അവിടുത്തെ സൗകര്യമാണ് നോക്കണ്ടേ. സ്വാമി എനിക്കിന്ന് സ്വാമിയെ കണ്ടേ മതിയാവൂ. എന്താടോ കാരണം? ഇന്ന് എനിക്ക് ഒഴിവ് ദിവസമാണ്. തൻ്റെ ഒഴിവിന് എനിക്ക് ഒഴിവുണ്ടോ? തൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ കാത്തിരിക്കാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഒഴിവ് ചോദിച്ചിട്ട് വേണം താൻ വരാൻ. ചിലർ പറയും, അയ്യോ ഇന്ന് എനിക്ക് സൺഡേ ആണ്, എനിക്ക് ഇന്നേ ഒഴിവുള്ളൂ. നിന്നോട് ആര് പറഞ്ഞു എന്ന് വരാൻ? നീ ആശ്രമത്തിലേക്ക് വരാൻ വെച്ചാൽ എൻ്റെ ഒഴിവാണ് ചോദിക്കേണ്ടത്. ഞാൻ നിൻ്റെ വീട്ടിൽ വരാൻ വെച്ചാൽ നിൻ്റെ ഒഴിവാണ് ചോദിക്കേണ്ടത്. ശരിയല്ലേ പറഞ്ഞേ? ശരിയല്ലേ? ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ വ്യവസ്ഥ ഉണ്ടാവും. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം പോകേണ്ടത്, അല്ലാതെ പോകാൻ വയ്യ. ഇത് ചിന്തിക്കണം. അപ്പം ദേവാലയം എന്നുള്ളതിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് അതത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതരായിരിക്കുന്ന ദേവതയുടെ ഭാവത്തിനനുസരിച്ച് വേണം അവിടുത്തെ എല്ലാ പദ്ധതികളും. അവിടെ ഭക്തനനുസരിച്ച് അല്ല, ദേവതയ്ക്കനുസരിച്ചാണ് അവിടുത്തെ ആരാധനാക്രമങ്ങൾ വേണ്ടത്. അഥവാ ഉപാസനാ കേന്ദ്രം എന്നുള്ളതിനായിരുന്നു പ്രഥമ സ്ഥാനമെങ്കിൽ അതിനനുസരിച്ച് ദേവത അങ്ങോട്ട് നിന്നോളണം. അതില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ദേവാലയം അടച്ച സമയത്ത് പോയിട്ട് അകത്ത് പോയി മണിയടിച്ച് തൊഴുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി മറ്റൊന്ന് പറയട്ടെ, ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നത് തീർത്തും സകളീകൃതമായ ഭാവത്തിലാണ്. സകളീകൃതം എന്ന് പറഞ്ഞാൽ കല, അവയവം. കല എന്ന് പറഞ്ഞാൽ അവയവം. അപ്പോൾ സകലമായതെന്ന് പറഞ്ഞാൽ അവയവയുക്തമായ, തീർത്തും അവയവയുക്തമായ ഒരു ഭാവത്തിൽ ആണ് നമ്മൾ ക്ഷേത്രോപാസന ചെയ്യുന്നത്. അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പം എങ്ങനെയാണോ അവയവയുക്തനായ, അംഗയുക്തനായ, ഗുണയുക്തനായ ഒരു വ്യക്തി ആ വ്യക്തിയായിട്ട് കൽപ്പിച്ചിട്ട് തീർത്തും ബാലനെ എന്ന പോലെ അഥവാ മഹാരാജാവിനെ എന്ന പോലെ സകല ഉപചാരങ്ങളോടും കൂടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ സമാരാധന ചെയ്യുന്നത്. അപ്പം മഹാരാജാവ് എന്ന രീതിയിൽ ഉപചാരങ്ങളോടുകൂടി ചെയ്യുന്നു, അല്ലെങ്കിൽ അതേ സമയത്ത് ബാലൻ എന്ന രീതിയിൽ ഉപചാരങ്ങളോടുകൂടി ചെയ്യുന്നു. ക്ഷേത്രങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. വിശദാംശങ്ങളിലേക്ക് അതുകൊണ്ടാണ് കടക്കാൻ വയ്യാത്ത. ഒരു സ്ഥലത്തുള്ള സങ്കല്പമായിരിക്കില്ല വേറൊരു സ്ഥലത്ത്, അവിടുത്തെ സങ്കല്പമായിരിക്കില്ല വേറൊരു സ്ഥലത്ത്. ഓരോന്നും വിഭിന്നമാണ്. എങ്കിലും മൊത്തത്തിൽ അത്ര ആദരപൂർവമാണ് നമ്മൾ ക്ഷേത്രോപാസനാക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 2 ഘടകങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് നിത്യം, 2 നൈമിത്തികം. നിത്യം എന്നുള്ളത് അവിടുത്തെ നിത്യം ആചരിക്കപ്പെടേണ്ടുന്ന, അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന വിശേഷങ്ങളാണ്. അതെല്ലാവർക്കും അറിയാം. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് നിത്യമുണ്ടാകും. ഈ നിത്യം എന്നുള്ളത് ചിലപ്പോൾ ദിവസമാവും കിട്ടുമോ, ചിലപ്പോൾ മാസത്തിലാവും, ചിലപ്പോൾ വർഷത്തിലാവും, ചിലപ്പോൾ 25 വർഷം കൂടുമ്പോൾ തുറന്ന് ക്രിയ ചെയ്യുന്ന സ്ഥലം വരെയുണ്ട്. അത്രയും പുറത്ത് എന്തെങ്കിലും വിളക്ക് വയ്ക്കുന്നതല്ലാണ്ട് അകത്തേക്ക് യാതൊരു ഇടപാടുമില്ല. പുറത്തെല്ലാം ചെയ്യും.
അകത്തൊരു പരിപാടിയും ചെയ്യില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾ വരെ ഉണ്ട്. ഏതായാലും നിത്യം എന്ന് പറഞ്ഞാൽ ക്രമികമായി നിത്യമായും ചെയ്യേണ്ടത്. നിത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസമാണെന്ന് കൂട്ടരുത്, അതിനാപ്പം അത്രയും പറഞ്ഞത്. അത് കാലികമായി നിശ്ചയിക്കപ്പെട്ടതായിരിക്കും. നൈമിത്തികം എന്ന് പറഞ്ഞാൽ നിമിത്തവശാൽ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇന്ന വർഷത്തിലെ ഇന്ന മാസത്തിലെ ഇന്ന തിഥിക്ക് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠ നിർവഹിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു നിമിത്തം നിശ്ചയിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യേണ്ടുന്ന ക്രിയകൾ. ഇങ്ങനെ നിത്യങ്ങളും നൈമിത്തികങ്ങളും എന്ന് രണ്ട് പ്രകാരത്തിൽപ്പെട്ട രീതികളിലാണ് നമ്മൾ ക്ഷേത്ര ചടങ്ങുകളൊക്കെ വയ്ക്കുന്നത്. അതിലിപ്പോൾ നിത്യപൂജകൾ, നിത്യ ആരാധനാക്രമങ്ങൾ എല്ലാം അവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയുണ്ട്? ഒന്ന് അർച്ചകൻ്റെ വിധാനങ്ങൾ, രണ്ട് ദർശകൻ്റെ വിധാനങ്ങൾ. അതൊക്കെ വ്യത്യസ്തമായി പറയുമ്പോൾ ഒട്ടനവധി സമയം വേണം, അങ്ങോട്ട് പോകണില്ല. ഇതൊക്കെ നിത്യത്തിൽ നമ്മൾ പറയേണ്ടതാണ്. നൈമിത്തികത്തിൽ വരുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്സവം എന്നുള്ളത്. നൈമിത്തികത്തിലാണ് ഉത്സവം എന്നുള്ളത് വരുന്നത്. അപ്പം നിത്യ ഉത്സവമുള്ള ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. മഹാക്ഷേത്രങ്ങൾ പലതും നിത്യോത്സവങ്ങളുള്ളതുണ്ട്. പക്ഷെ നിത്യോത്സവം ഉണ്ടെങ്കിലും അവിടെ നൈമിത്തികമായിട്ട് മഹോത്സവം ഉണ്ടാവും. അപ്പം നിത്യോത്സവത്തിൽ നിന്ന് വിഭിന്നമായിട്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ശ്രീരംഗമൊക്കെ നിത്യോത്സവമുള്ളതാണ്. അപ്പം നിത്യോത്സവം നടക്കുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രായേണ നിത്യോത്സവ ക്രമങ്ങളുണ്ട്, പ്രായേണ. അപ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് നൈമിത്തികമായിട്ടുള്ളത് വരുമ്പോൾ മഹോത്സവം എന്ന് പറയും നമ്മൾ. മഹോത്സവം. ഈ ശബ്ദപ്രയോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ വേണ്ടതല്ലാത്ത രീതി പ്രയോഗിച്ച് വികലമാക്കി തീർക്കും. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നാൽ പ്രളയം വന്നു എന്ന് പറയുന്ന നാടാണ് നമ്മുടേത്. പ്രളയം പറഞ്ഞിട്ട് പോരാണ്ട് 2018 മഹാപ്രളയം എന്നൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് അവൻ തല്ലി കൊല്ലുന്നതായിരുന്നു നമ്മളെ. ഈ ഭാഷ വികലമായിട്ട് ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം വരും. എങ്ങനെയാണ് പ്രളയമായിട്ട് നമ്മൾ രണ്ടാളും സംസാരിക്കാണ്ടാവുമോ? നമ്മളൊക്കെ ലയിച്ചു പോയില്ലേ? അപ്പോൾ വെള്ളപ്പൊക്കത്തിന് പ്രളയം എന്ന് പറഞ്ഞാൽ പ്രളയത്തിന് എന്ത് പറയും? അതും കഴിഞ്ഞ് ഒരു കൽപ്പാന്തകാലവും കഴിഞ്ഞ് അവസാനം ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോഴാണ് മഹാപ്രളയം വരുന്നത്. ഇപ്പോൾ മലയാളികൾക്ക് 2018 മഹാപ്രളയം കഴിഞ്ഞു എന്നാണ് പറയണത്. എന്താ ചെയ്യുക? ഈ വികലമായ ഭാഷാപ്രയോഗങ്ങളെ കൊണ്ടാണ്. അതിരിക്കട്ടെ. അപ്പോൾ ഉത്സവം, മഹോത്സവം, ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത് നൈമിത്തികമായി ആ ക്ഷേത്രത്തിലെ വിശിഷ്ടതയാർന്ന കർമ്മമാണ്. എന്താകുന്നു അത്? ഇപ്പം നിത്യകർമ്മങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അർച്ചകൻ ചെയ്യുന്ന പൂജാവിധാനങ്ങളുണ്ട്, ആരാധനാക്രമങ്ങളുണ്ട്. ദർശകന്മാരുടെ സങ്കല്പത്തിൻ്റെ ഏകീകരണമുണ്ട്. അതുകൂടാതെ ക്ഷേത്ര ചൈതന്യ വർധനവിന് വേണ്ടി നിത്യം അനുശാസിക്കപ്പെട്ടിട്ടുള്ളതുണ്ട്. ഉദാഹരണത്തിന് വേദപാരായണം, ജപം, അതുപോലെ ഭക്തന്മാരെല്ലാവരും ഒത്തുചേർന്ന് നാം ഒന്നാണെന്ന ഭാവനയിൽ ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നത്, സാമൂഹികമായി ചെയ്യുന്ന ആരാധനാക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിത്യങ്ങളാണ്. പക്ഷെ അതിലൊക്കെ ലോപങ്ങൾ വരാം, അതിലൊക്കെ ദോഷങ്ങൾ വരാം. അപ്പം അത്തരം കാലികമായി സംഭവിക്കുന്ന ലോപദോഷങ്ങളൊക്കെ ഇല്ലാതാക്കി, ഒന്ന്, രണ്ട്, ഒരു സങ്കല്പയുക്തനായ ആചാര്യൻ സങ്കല്പപൂർവം പ്രതിഷ്ഠിച്ചതാണല്ലോ ക്ഷേത്രം. അപ്പം അതിൽ കാലാന്തരത്തിലൊന്ന് ഒരു ദൃഢീകരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയണം തന്നെയാണ്, ഇല്ലേ? നമുക്കൊക്കെ ഇപ്പോൾ സ്വസ്ഥവൃത്തത്തിൽ കഴിയുന്ന ആൾക്കാർ, വളരെ ചുരുക്കം പേരെ സ്വസ്ഥവൃത്തത്തിൽ കഴിയുന്നുണ്ടാവുള്ളൂ. എനിക്കൊന്നും ഒട്ടും പറയാൻ വയ്യ. നല്ല സ്വസ്ഥവൃത്തം. അന്നിപ്പോൾ 12 മണിക്ക് അവിടെ എത്തിയിട്ട് കിടക്കുക, ഇന്നലെ 1:30 മണിക്ക് കിടന്നു. ഇങ്ങനെയുള്ളത് നല്ല സ്വസ്ഥവൃത്തമാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ച്, ശുനകന്മാരെ സംബന്ധിച്ച് സ്വസ്ഥവൃത്തം എന്നൊന്നുമില്ല. ചിലർ ചോദിച്ചിട്ടുണ്ട് ശുനകൻ എന്ന് സ്വയം പറഞ്ഞത് എന്താണെന്ന്. ശുനകൻ എന്ന് പറഞ്ഞാൽ മോശമല്ല സാർ, ഒരു മോശമില്ല. ശുനകൻ എന്ന് പറഞ്ഞാൽ ശുന സാരഥ്യഗമനെന്നാണ്. നിരന്തരം സഞ്ചരിക്കുന്നവരെ കൊണ്ടാണ് ശുനകൻ എന്ന് പറയുക. അതുകൊണ്ടാണ് ഈ നായ്ക്കളെ ശുനകൻ എന്ന് പറയാൻ കാരണം. അവനൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ.
ഇരുന്ന് ഓട്ടനെ ഓടും. പിന്നെ എന്തൊരു പണി ചെയ്യാനുള്ള പോലെ ഓടുക, ഓടിപ്പോയിട്ട് അവിടെ കിടക്കും. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി വേറെ സ്ഥലത്ത് പോയി. ഇതാണ് ശുനകവൃത്തി. അപ്പോൾ ശുനകന്മാർക്ക് എന്ത് സ്വസ്ഥവൃത്ത? അപ്പോൾ സ്വസ്ഥവൃത്തത്തിൽ കഴിയുന്നവരാണെങ്കിൽ പോലും കാലികമായിട്ട് ചില വിശേഷതകളൊക്കെ വേണം. ഈ സ്വസ്ഥ ചികിത്സകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് ഇല്ലേ? അതൊക്കെ പതിവുണ്ട്. വാർഷികമായിട്ട് ഇനി എന്താ പറയേണ്ടത്, അയനങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടത്, ഋതുക്കൾക്കനുസരിച്ച് ആർത്തവത്തിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ വിശേഷങ്ങളുണ്ട്. അതുപോലെ ഈ നിത്യകർമ്മങ്ങളിലൂടെ പുഷ്ടി പ്രാപിക്കപ്പെട്ട ചൈതന്യ സ്വരൂപമാണ് ക്ഷേത്രത്തിലെങ്കിലും നേരത്തെ പറഞ്ഞ ലോപദോഷങ്ങളെ ഇല്ലാതാക്കാനും 2 വാർഷികമായി ശക്തിയാധാനം ചെയ്യാനും വിശിഷ്ടങ്ങളായ വൈദിക താന്ത്രിക ക്രിയകളോടുകൂടി അവിടുത്തെ ആ മന്ത്രശക്തിയുടെ വൃദ്ധിയെ ചെയ്യേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതാണ് ഉത്സവം. ഉത്സവമാണ്. സവത്തിന് പ്രവാഹാർത്ഥം പ്രസിദ്ധമാണ്. ഉത് മുകളിലേക്ക് എന്നുള്ള അർത്ഥമാണ്. ആ വിശിഷ്ടങ്ങളായ വൈദിക താന്ത്രിക കർമ്മങ്ങളിലൂടെ ദേവചൈതന്യം ഉയർന്ന് പ്രസരിക്കുന്നതാണ് വാസ്തവത്തിൽ ഉത്സവം എന്നുള്ളത്. അതിന് വിശിഷ്ടങ്ങളായ കർമ്മങ്ങൾ ദേവതാഭേദത്തിനനുസരിച്ച് പ്രതിഷ്ഠാഭേദത്തിനനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും ആചാര്യനാൽ. അവയെ നിർവഹിക്കുന്നു. വിശിഷ്ടങ്ങളായ കർമ്മങ്ങൾ അതിലിപ്പോൾ പടഹാദിയായിട്ടും ധ്വജാദിയായിട്ടും അങ്കുരാദിയായിട്ടും ഒക്കെ ഉത്സവങ്ങൾ പതിവുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കണില്ല. ഇതോടുകൂടി ഒരു മഹാരാജ പദവിയിലിരിക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹം ആ പ്രദേശത്തിന് മുഴുവൻ പ്രസരിക്കണം. 1. 2, ആ പ്രദേശത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തം അതിൽ സംഭവിക്കണം. 1, ആ പ്രദേശത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തം ഉത്സവത്തിൽ സംഭവിക്കണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജോലി ചെയ്ത് കഴിയുന്നവരോ ബിസിനസ് ചെയ്ത് കഴിയുന്നവരോ ആയാലും ആ ഗ്രാമക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ആ മഹാക്ഷേത്രത്തിലെ ജനപഥ കേന്ദ്രത്തിൻ്റെ ഉത്സവത്തിന് പങ്കുചേരാൻ വേണ്ടി വന്നു ചേരണം. അതിൽ പങ്കുവഹിക്കണം, അതിൻ്റെ ഭാഗമാക്കണം. പോരാ, ആ ദേവൻ തന്നെ നാട് മുഴുവൻ പറയെടുപ്പോ അങ്ങനെയൊക്കെ ചെയ്യണ പരിപാടികളുണ്ട്. അതില്ലാച്ചാൽ അങ്ങോട്ട് നമ്മൾ നമ്മുടേതായൊരു പങ്ക് എത്തിക്കുന്ന ക്രമമുണ്ട്. ദേവനെ സംബന്ധിച്ചോ ആ ദേവതയുടെ ചൈതന്യവൃദ്ധി ആ പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കുന്നതുമുണ്ട്. ഈ ഒരു വിനിമയം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ വിനിമയം സംഭവിക്കുമ്പോൾ അതിൻ്റെതായ ആനന്ദഭാവത്തെ സ്ഫുരിപ്പിക്കുകയും അത് പ്രദേശത്തിന് മുഴുവൻ പകരുകയും ചെയ്യുന്ന ഒരു രീതി ക്ഷേത്രത്തോട് ചുറ്റു തട്ടകത്തിൽ മുഴുവൻ ഉണ്ടാവും. ക്ഷേത്രത്തിനകത്ത് ചെയ്യണത് ഈ പറഞ്ഞ വൈദിക താന്ത്രിക കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല ക്ഷേത്രത്തിനകത്ത്. എന്നാൽ ആ തട്ടകത്തിൽ മുഴുവൻ തന്നെ അതിൻ്റെ ഒരു ആനന്ദസ്ഫുരണം ഉണ്ടാവണം. അതിന് യഥാകാലം നമ്മുടെ പൂർവികന്മാർ പലതും നിശ്ചയിച്ചു. ക്ഷേത്രകലകളുണ്ട്. ക്ഷേത്രകലകളോട് അനുബന്ധമായിട്ടുള്ള ഒട്ടനവധി സാമൂഹികമായിട്ടുള്ള പലതും അത് നൃത്തങ്ങളാവട്ടെ, ഗീതങ്ങളാവട്ടെ, പടഹങ്ങളാവട്ടെ, ഇന്നതെന്ന് പറയാൻ വയ്യ, പലതുമുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവം സകലമായി പൂർണ്ണമായി തീരുന്നത്. അത് ഓരോരിടത്തെയും വിശേഷം അനുസരിച്ച് വിഭിന്നവുമാണ്. അതിപ്പോൾ ചിലതൊക്കെ വിലക്ഷണമായിട്ടുള്ളതുണ്ട് ഇല്ലേ? അപ്പോൾ വിലക്ഷണമായിട്ടുള്ളതിൽ നിങ്ങൾ മാവിലായി ഉത്സവം കേട്ടില്ലേ? മാവിലായി ഉത്സവത്തിൽ 2 വിഭാഗമായിട്ട് 2 മല്ലന്മാരെ പൊക്കി പിടിച്ചിട്ട് ഇവർ നല്ല അടിയാണ്. ഓരോ അടിയുണ്ടല്ലോ, നല്ല എണ്ണ പുരട്ടിയിട്ടുണ്ടാവും ഈ മല്ലന്മാർ. എന്നിട്ട് മുഖത്ത് തന്നെ അടി. എന്താ അത് എന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ ചില വിശേഷങ്ങളാണ്. ഇങ്ങനെ വിശിഷ്ടങ്ങളായ പല ഇനി ഒരു വിശേഷ ദിവസം പുരുഷന്മാർ മുഴുവൻ സ്ത്രീവേഷം കെട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോണതില്ലേ? അത് ഉത്സവമല്ല എങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ടൊരു ദിവസം വിശേഷ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെച്ചതുണ്ട്, അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടി. അങ്ങനെ പോയി നമ്മൾ കഴിഞ്ഞ ഈ അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒന്നുണ്ട്. കോഴിക്കോട് തന്നെ വടക്കൻ പ്രദേശത്ത് അഭിലാഷ പൂർത്തീകരണത്തിന്
ഒരു നൂൽബന്ധം ദേഹത്തിലില്ലാതെ രാത്രി കാലത്ത് പോയി അവിടെ നാഗത്തിന് കരിക്ക് വെച്ച് കൊടുക്കണ സമ്പ്രദായമുള്ളതുണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ അത് ചെയ്യാറുമുണ്ട്. അത് സമ്പ്രദായം എന്താ വെച്ചാൽ ഒരാൾ ചെയ്യുന്നത് ഒരാൾ കാണാൻ പാടില്ല. രാത്രിയാണത് ചെയ്യുക. രാവിലെ ആകുമ്പോഴത്തേക്ക് 10-15 കരിക്ക് കാണാമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് 10-15 പേരവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരാൾ ഒരു കരിക്കേ വെക്കുള്ളൂ. വിലക്ഷണങ്ങളായ പല ചര്യകളുണ്ട്. അതൊന്നിനും തെറ്റെന്നങ്ങ് മുദ്ര കുത്തിയേക്കരുത്. അതിൻ്റെ പിന്നിലൊക്കെ പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും അനുഭവങ്ങളും, ആവർത്തിക്കട്ടെ, അനുഭവങ്ങളും എല്ലാം കെട്ടുപണഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഉത്സവമാകുന്നത്. ഈ ഉത്സവങ്ങൾ കാലാന്തരത്തിൽ ഓരോ പ്രദേശത്തിൻ്റെയും സാമൂഹിക മഹിമയുടെ ചില ചിഹ്നങ്ങളായും മാറിയിട്ടുണ്ട്. സാമൂഹിക മഹിമയുടെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നോക്കൂ, നമ്മളെ സാംസ്കാരിക മഹിമയെ നമ്മൾ പറയുമ്പോൾ കേരളത്തിൻ്റെ മാത്രം എടുക്കുക. ഓരോ പ്രദേശത്തിനുണ്ട്. കേരളത്തിന് മാത്രമേ സാംസ്കാരിക മഹിമ എന്നൊന്നും പറഞ്ഞേക്കരുത്. എല്ലായിടത്തും അതതിൻ്റെ സാംസ്കാരിക മഹിമകളുണ്ട്. കേരളത്തിൻ്റെ നമ്മൾ സാംസ്കാരിക മഹിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ആറാട്ടുപുഴ പൂരം, തൃശ്ശൂർ പൂരമൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തൃശ്ശൂർ പൂരം ഒഴിവാക്കാൻ പറ്റുമോ? ആറാട്ടുപുഴ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഗുരുവായൂരത്തെ വിശിഷ്ടമായ ശിവേലി ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. മുത്തപ്പനെ ഒഴിവാക്കാൻ പറ്റുമോ? എവിടെ മുത്തപ്പൻ? പറശ്ശിനി മുത്തപ്പൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആരൂഢസ്ഥാനത്ത്. ആറാട്ടുപുഴ പൂരം എവിടെയാണ്? ബോധപൂർവം ചോദിക്കണ ചോദ്യം. സ്വാമി എന്താ വിഡിത്തം ചോദിക്കരുത്. ആറാട്ടുപുഴയാണ്. ഞാനങ്ങൾ കോഴിക്കോട് കൊണ്ടിട്ട് ആറാട്ടുപുഴ പൂരം വെച്ചാൽ മഹിമ ഉണ്ടാവുമോ? ഇല്ല. എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, പൊങ്കാല എവിടെയാ? ആറ്റുകാൽ. നാട് മുഴുവൻ പൊങ്കാലയാൽ അതിന് വല്ല മഹത്വം ഉണ്ടോ? എല്ലാ മുക്കിൽ മുഴുവൻ പൊങ്കാല. ഞാനതിനെ എതിർക്കുന്നു. ആറ്റുകാൽ പൊങ്കാല വിശിഷ്ടമായ രീതിയിൽ നടക്കണം. അത് നാട് മുഴുവൻ പൊങ്കാല കൊണ്ടുവന്നു അതിൻ്റെ മഹിമ ഇല്ലാണ്ടാക്കരുത്. നാട് മുഴുവൻ ആനയെ എഴുന്നള്ളിച്ചിട്ട് പൂരം നടത്തിയ പൂരത്തിൻ്റെ മഹിമ ഇല്ലാണ്ടായി. ഓരോരോ സ്ഥലത്തും അതിൻ്റെ വിധാനത്തിനനുസരിച്ച് നടക്കണം. പറഞ്ഞ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. നമ്മൾ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ എന്നുള്ള സുഗ്രാമമാണ്. അതിൻ്റെ ശാഖകൾ പല സ്ഥലങ്ങളിലുണ്ട്. എങ്കിലും അവിടെയാണ് മുഖ്യ ആശ്രമം. അവിടെ ഒരു വിശേഷമുണ്ട്. കൊളത്തൂർ മാത്രമല്ല, അതിൻ്റെ ഒരു ചുറ്റുപാട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ക്ഷേത്രത്തിലും ആനേനെ കൊണ്ടുവരാൻ പാടില്ല. ചില നാടുവാഴികൾ പണ്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ വിവരം അറിഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരില്ല. അപ്പോൾ അതെന്താ? അതുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂർ കൊണ്ടുവരേണ്ടെന്ന് അർത്ഥമുണ്ടോ? അതില്ല. ഓരോരോ സ്ഥലത്തും അതിൻ്റെ വിശേഷം ഉണ്ടാവും. ആ വിശേഷങ്ങൾക്കനുസരിച്ച് അതിനെ നിലനിർത്തുന്നിടത്താണ് നമ്മുടെ മഹിമ. അല്ലാതെ തെക്കേൽ ഒരു കേശവൻ ചായപ്പൊടി തുടങ്ങിയിട്ടുണ്ട്, ലാഭമായിട്ടാണ് നടക്കുന്നത്. ഉടനെ വടക്കേലുകാരനും എന്ത് ചെയ്തു? ചായപ്പൊടി തുടങ്ങി. ഉടനെ കിഴക്കേലും എന്ത് ചെയ്തു? ചായപ്പൊടി തുടങ്ങി. പടിഞ്ഞാറയിലും തുടങ്ങി. അതാണോ വേണ്ടത്? അതല്ല വേണ്ടത്. തെക്കേൽ ചായപ്പൊടി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വടക്കേൽ ചായപ്പൊടി അല്ല തുടങ്ങേണ്ടത്, സ്റ്റേഷനറി കടയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ കിഴക്കേൽ എന്താ തുടങ്ങേണ്ടത്? ഒരു പലവ്യഞ്ജന കടയാണ് തുടങ്ങേണ്ടത്. ശരിയല്ലേ പറഞ്ഞേ? ഇങ്ങനെ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തനത് സ്വഭാവത്തെ പോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. അല്ലാതെ എല്ലാം എല്ലായിടത്തും അല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നമുക്ക് ദോഷം വരുന്നു, വളരെയധികം ദോഷം വരുന്നു. എന്തിനാണെന്ന് അറിയാത്തവർ ക്ഷേത്ര നടത്തിപ്പുകാരാകുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു ദോഷം ഇത് ഹേതുവായിട്ടുണ്ടാവുന്നുണ്ട്. ശബരിമലയിൽ അവിടുത്തെ ആചാരവിശേഷങ്ങൾ അവിടെ നിലനിൽക്കണം. അതുകൊണ്ട് നാട്ടിൽ മുഴുവൻ ശബരിമല മോഡലിൽ ക്ഷേത്രം ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ശരിയാവുക? അയ്യപ്പൻ കാലാന്തരത്തിൽ വലിയ പൈസക്കാരനായി നീ വിചാരിച്ചോളൂ. എന്തേ കുഴപ്പമുണ്ടായി? നാട്ടിലുണ്ടായിരുന്ന ഒരു സംശയവുമില്ല, മടിയുമില്ല, 90% ശാസ്താവും പോയി. ഉപദേവതയായിട്ട്
ഓരോ മഹാക്ഷേത്രത്തിലും ഉപദേവതയായിട്ട് ശാസ്താവ് ഉണ്ടായിരുന്നു. ആരാ ശാസ്താവ്? ശൈവ വൈഷ്ണവ സമന്വയമൂർത്തിയാണ്. ശൈവ വൈഷ്ണവ സമന്വയമൂർത്തിയായ ശാസ്താവ് ഓരോ ക്ഷേത്രത്തിലും മഹാക്ഷേത്രത്തിൽ നിശ്ചയമായും ഉപദേവതാത്വേന കേരളത്തിലുണ്ടായിരുന്നു. ഇന്നോ? ഇന്ന് വളരെ ചുരുക്കമുള്ള ഒക്കെ അയ്യപ്പനാക്കി മാറ്റി. എല്ലാം അയ്യപ്പൻ. ഇനി അവിടുത്തെ വിഗ്രഹം നമ്മൾ നോക്കിക്കഴിഞ്ഞ് ശാസ്താവാണെങ്കിലും കാണാം പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അയ്യപ്പൻ. എന്താ കാരണം? അയ്യപ്പൻ കുറച്ച് ചില്ലാനുണ്ടായി, അത് തന്നെ. വേറെന്താ? വേറൊരു കാരണമില്ല. ചില്ലാനുണ്ടായി എന്ന് പറഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിക്കും പൈസ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പൈസയല്ല, ഭക്തന്മാരുടെ എണ്ണം, സമൂഹത്തിലുള്ള പ്രസിദ്ധി ഒക്കെ വർദ്ധിച്ചപ്പോൾ അത് അവിടുത്തെ മഹിമ അവിടെ വേണം. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അതത് തനത് മഹിമയെ നിലനിർത്തിക്കൊണ്ട് വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളല്ല എന്ന തിരിച്ചറിവോടുകൂടി വൈവിധ്യങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന ഏകത്വത്തെ ആരാധിക്കുന്ന മനോഭാവമാണ് ഹിന്ദുവിൻ്റെ മനോഭാവം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആചാരങ്ങളെ നിലനിർത്താൻ കഴിയണം. എല്ലാ ആചാരങ്ങളെയും നിത്യങ്ങളും വേണം, നൈമിത്തികങ്ങളും വേണം. അതതിൻ്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ തത്വം മനസ്സിലാക്കാതെ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും നമ്മൾ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടും ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പ്രതിസന്ധികൾ ഉണ്ടായി വരും. ഇന്ന് ഏറ്റവും അധികം അബദ്ധങ്ങൾ കാണുന്നത് ഈ ക്ഷേത്ര ഉത്സവങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഉത്സവത്തിന് വേണ്ടയോ അതൊക്കെ ഉണ്ടാവും, എന്തൊക്കെ വേണോ അതൊന്നും പൊതുവേ ഉണ്ടാവില്ല. ലക്ഷക്കണക്കിന് പണം പിരിച്ചിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ. ചിദാനന്ദപുരസ്വാമി ബ്രേക്ക് ഡാൻസിനെതിരാണെന്ന് ആരും പറയരുത്. ബ്രേക്ക് ഡാൻസ് നല്ലതാണ്. കുട്ടികളെ കൊണ്ട് നീ ഒന്ന് കാണിക്കടാ, അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് കാണിക്കുമ്പോളെ എന്ന് പറയാറുണ്ട്. കാരണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഒരു സ്റ്റെപ്പും അറിയില്ല. എന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്, മോനെ ഒരു സിനിമാറ്റിക് കാണിക്ക്, അല്ലെങ്കിൽ മോളെ ഒരു സിനിമാറ്റിക് കാണിക്കുന്നു പറയാറുണ്ട്. പക്ഷേ അത് ക്ഷേത്രത്തിലല്ല വേണ്ടത്. മെഗാ ഗാനമേള തീർച്ചയായിട്ടും നല്ലതാണ്, അത് ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പ്രത്യേകിച്ച് സംഗീതത്തെ അങ്ങേയറ്റം ആദരിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അത് വേണ്ടത് ക്ഷേത്രത്തിലല്ല, അത് ക്ഷേത്രോത്സവത്തിനല്ല. അതിന് വേറെ സാമൂഹിക മാനങ്ങളും അതിന് സാമൂഹിക സംഘടനകളും ഉണ്ടാവണം. നമ്മൾ ഒത്തൊരുമിച്ച് അവിടെ ബഹളം വയ്ക്കാം, ഒരു വിരോധവുമില്ല. മിമിക്സ് പരേഡ് വേണ്ടേ? തീർച്ചയായിട്ടും വേണം, നല്ലതാണ്. മിമിക്രിയൊക്കെ നല്ലതാണ്, നമ്മുടെ സർഗ്ഗവാസനയെ വളർത്തുന്നതാണ്. പക്ഷേ അത് ക്ഷേത്രത്തിൽ വേണ്ട. കാരണം ഓരോന്നിനും അതതിൻ്റെ സ്ഥാനമുണ്ട്. സ്ഥാനം തെറ്റിയ ഒന്നും ശോഭിക്കില്ല, സ്ഥാനം തെറ്റിയ ഒന്നും ശോഭിക്കില്ല, അല്ലേ? ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോഴത്തെ പുതിയ അല്ല കേട്ടോ, പഴയ ദൃഷ്ടാന്തം പറയാം. പുതിയ ദൃഷ്ടാന്തം അല്ല, പഴയ ദൃഷ്ടാന്ത. കുറേ തലമുടി ഉണ്ടാവണ ഇഷ്ടമാണെന്ന് വിചാരിച്ചോളൂ. പുതിയതല്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പം മുറിച്ചിട്ടാണ് കാണുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെപ്പറ്റി ഗുണമോ ദോഷമോ നമ്മൾ പറയില്ല, അത് അവരുടെ ഇഷ്ടം. അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യണമെന്ന് അവരല്ലേ തീരുമാനിക്കണ്ടേ. പക്ഷേ എങ്കിലും ഒരുപാട് തലമുടി ഉണ്ടാവുന്നത് ഒരു കുട്ടിക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള എണ്ണ എന്താ, എന്ത് ചിട്ടയാണ് ചെയ്യേണ്ടത്, ഏത് താളിയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ വൈദ്യരോട് ചോദിച്ച് മനസ്സിലാക്കി തലമുടി അങ്ങോട്ട് നീണ്ടു. എന്തൊരു സുഖ, കുട്ടിക്ക് സന്തോഷമാണ് കിട്ടുമോ. എന്നാൽ ആ നീണ്ട മുടി ചോറ്റുംപാത്രത്തിൽ കാണുമ്പോഴോ സുഖമുണ്ടോ? ചോറ്റുംപാത്രത്തിൽ മുടി ഒട്ടും വയ്യ, ചോറിൻ്റെ കൂട്ടത്തിൽ മുടി കണ്ടാൽ വല്ല സുഖമുണ്ടോ? ഇല്ല. പക്ഷേ നീളം എത്ര കൂടണം അത്രയും അരോചകമാവുമല്ലേ ചെയ്യുക. നീളം കുറഞ്ഞതാണെങ്കിൽ തിരക്കില്ല, എല്ലാവരും കാണാണ്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നമ്മൾ വ്യക്തിപരമായിട്ടൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മുടി കണ്ടാൽ നമ്മൾ മാറ്റി വയ്ക്കും, കഴിക്കില്ല. പക്ഷേ ഒരു സദസ്സിലാണെങ്കിൽ ഞാൻ കഴിക്കാതെ എൻ്റെ പാത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ചുറ്റുമുള്ളവർ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ മുഴുവൻ അവ്യവസ്ഥ വരും, അതിൻ്റെ സംഘാടകർക്ക് സങ്കടം വരും, വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും കാണാതെ, അത് ലോകത്ത് ആരും അറിയാതെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കഴിക്കും. ഞാൻ ചെയ്യണത് അങ്ങനെയാണ്. അല്ലാണ്ട് മുടി ഉണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കില്ല. കാരണം വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഒരു ചടങ്ങ് സംഘടിപ്പിക്കണത്. അത് ഇല്ലാണ്ടാക്കാൻ നമുക്ക് എളുപ്പം കഴിയും. പക്ഷേ വലിയ മുടിയാണെങ്കിലോ എന്തായാലും ഞാനത് അങ്ങനെ എടുക്കുമ്പോൾ നാലാൾ കാണില്ലേ, ഇല്ലേ? അരോചകാവില്ലേ? അതെ. പല്ല് ഇവിടെ തിരക്കേടില്ല, മോണേൻ്റെ മുകളിൽ. പല്ല് ഇങ്ങോട്ടാവെന്ന് വെച്ചാലോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് നേരെയാക്കില്ലേ? എല്ലാ സ്ഥാനത്ത് ശോഭിക്കും. നിങ്ങൾക്ക് ചിദാനന്ദപുരസ്വാമിയെ വലിയ ഇഷ്ടമാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണെന്ന് വിചാരിച്ചോളൂ. ശരി,
നിങ്ങളുടെ മോളെ കല്യാണവേദിയിൽ ചിദാനന്ദപുരി സ്വാമിനെ വിളിച്ചിരുത്തുമോ നിങ്ങൾ? ഇല്ല. വിവാഹവേദിയിൽ സന്യാസിക്ക് പറഞ്ഞതല്ല. അവിടെ സന്യാസി വേണ്ട. സന്യാസിയുടെ വേദി വേറെയാണ്, വിവാഹം വേറെയാണ്. ഞങ്ങൾ വിവാഹത്തിനെതിരായതുകൊണ്ടല്ല, പക്ഷേ വിവാഹവേദി സന്യാസിക്ക് പറഞ്ഞതല്ല. പറഞ്ഞൊരർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ഓരോന്നിനും സ്ഥാനമുണ്ട്. ആ സ്ഥാനം തെറ്റിയ ഒന്നും ശോഭിക്കില്ല. അപ്പോൾ എന്താണ് ഏതാണ് ക്ഷേത്രമെന്നും എന്തിനാണ് ഉത്സവമെന്നും അറിയാത്തവർ ഉത്സവം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള പല ആഭാസങ്ങളും വന്നു ചേരുന്നുണ്ട്. അതാണ് ഇന്നത്തെ കാലത്തെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയാതിരിക്കാൻ വയ്യ. രണ്ട് ബാഹ്യങ്ങളായ ഇടപെടലുകൾ സനാതനധർമ്മ വ്യവസ്ഥയെയും നമ്മുടെ ധാർമ്മിക സാംസ്കാരിക മഹിമയെയും നശിപ്പിക്കാൻ വേണ്ടി പുറമേ നിന്നുള്ള ഇടപെടലുകൾ, അത് വളരെ വ്യാപകമാണ്. ഇത് ഇന്നത്തെ കാലത്ത് വലിയ പ്രതിസന്ധിയാണ്. അതിന് ധാർമ്മിക ബോധം വളർത്തി ഒറ്റക്കെട്ടായുള്ള നിലകൊള്ളലിലൂടെ എതിർക്കുകയല്ലാതെ വേറെ വഴി ഇല്ല. ഇത് പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയൊരു ചർച്ചയായ വിഷയമാണ് ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളത്തിനെക്കുറിച്ച്. വലിയൊരു വിഷയമായതാണ്. ഒരനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. നമ്മളിത് എഴുതിയതാണ്, പ്രസിദ്ധീകരിച്ചതാണ്. എങ്കിലും അത് വായിക്കാത്ത പലരും ഈ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-15 വർഷം മുമ്പാണ്, ആശ്രമത്തിൽ ഒരു ദിവസം ഒരു മുറ്റത്തൊരു 2 കാറ് വന്നു. അതിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങി. അവർ ചിദാനന്ദപുരി സ്വാമിയെ കാണാൻ വന്നു. സന്തോഷം. ആര് വന്നാൽ ആദ്യം വെള്ളം കുടിച്ച് വരുമെന്ന് പറയാറുണ്ട്. അത് അവർ വന്നു ഇരുന്നു. അപ്പോൾ സ്വാമി, ഞങ്ങൾ സ്വാമിയുടെ ആരാധകന്മാരാണ്. അത് പാടില്ല. ആരെ ആരാധിക്കാൻ പോകരുത്. ഒരാൾ പറയുന്ന നല്ല ആശയങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് തള്ളുക. അല്ലാണ്ട് വ്യക്തിയാരാധകനായി കഴിഞ്ഞാൽ അയാളുടെ കെട്ടതും നമ്മൾ സ്വീകരിക്കും. അത് പാടില്ല. നല്ലത് സ്വീകരിച്ചോളൂ, വിരോധമില്ല. അതിരിക്കട്ടെ, എന്താ? അപ്പം പറഞ്ഞു, സ്വാമി ഈ ക്ഷേത്രത്തിൽ ആനകളെ പീഡിപ്പിക്കുന്നതിനെതിരായിട്ട് ചെയ്ത പ്രസംഗം ഞങ്ങൾ കേട്ടു. അത് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ശരി. അപ്പം ഞങ്ങൾ മൃഗസ്നേഹികളുടെ സംഘടനയുടെ ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഞങ്ങളുടെ കൂടെ സ്വാമിജിയുടെ കൂടി ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എന്തിനാന്നാവോ? ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചു, നല്ല കാര്യം, സന്തോഷം. പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം? അല്ല, അതിന് നമുക്ക് ഒത്തൊരുമിക്കാം. ഞാൻ പറഞ്ഞു, അതിനേക്കാൾ ആദ്യം വേറെ ചിലതൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ നാട്ടിൽ മുക്കിന് ഈ അറബുശാലകളുണ്ട്. ഓരോ മുക്കിന്, ഒരു ഗ്രാമത്തിൽ എത്ര കോഴീനെ കൊല്ലണു, എത്ര താറാവിനെ കൊല്ലണു, എത്ര കാടേനെ കൊല്ലണു, എത്ര ആടിനെ കൊല്ലണു, എത്ര പശുവെ, എത്ര കാളയെ, എത്ര എരുമയെ, എത്ര പോത്തിനെ, എത്രയാ. അത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും 1,00,000-ഉപരി സ്ഥലം ഉണ്ടാവും ഈ അറവ് കൊല്ലണ സ്ഥലങ്ങൾ. ഇത് ലൈസൻസ് ഉള്ളത് 1,000-ന് ചോടയേ ഉണ്ടാവുള്ളൂ ആകെ. നിങ്ങൾ ആരെങ്കിലും വിവരാവകാശ നിയമം അനുസരിച്ച് ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ താലൂക്കിൽ എത്ര അംഗീകൃത അറവുശാലകളുണ്ടെന്നൊന്ന് അന്വേഷിക്കൂ. എന്നിട്ട് എത്ര എണ്ണം നടക്കുന്നുണ്ടെന്ന് നോക്കൂ. കോടിക്കണക്കിന് രൂപയുടെ രജിസ്ട്രേഷൻ ഫീസും റിന്യൂവൽ ഫീസുമാണ് ഗവൺമെൻറ്റിന് നഷ്ടമാക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞവൻ വർഗീയവാദിയാവും. കാരണം രജിസ്ട്രേഷൻ ഫീസും റിന്യൂവൽ ഫീസും കൂട്ടിക്കഴിഞ്ഞാൽ 1000-കണക്കിന് രൂപ ഓരോ അറവുശാലയെന്നും വേണം. ഒക്കെ ഗവൺമെൻറ് നഷ്ടമാവുകയാണ്, കോടിക്കണക്കിന്. കാരണം ആകെ ചുരുങ്ങിയ അറവുശാലകൾക്കാണ് ലൈസൻസ് ഉള്ളത്, ബാക്കിയൊന്നും ലൈസൻസ് ഇല്ലാത്തതാണ്. പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നണവർ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് ഇതിനെതിരായിട്ടൊന്ന് നിൽക്കാം. ഇവർ പറഞ്ഞു, അല്ല അത് ഞങ്ങളുടെ വിഷയമല്ല. എടാ മൃഗസ്നേഹി, നിനക്ക് കൊല്ലുന്നതിന് പ്രശ്നമില്ല. കുറച്ചു നേരം ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നതിനാ പ്രശ്നം. നിൻ്റെ എന്തൊരു സ്നേഹമാണ്. ഉടനെ തന്നെ തിരിച്ചുപോയി. ഇത് കഥയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലണതിന് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ മുഴുവൻ രക്തക്കൊഴലുകൾ മുറിച്ച് രക്തം ഒഴുകി അപ്പോഴേ ഹലാലാവുള്ളൂ കേട്ടോ.
ഹലാലാവണമെങ്കിൽ ബിസ്മില്ലാഹി ചൊല്ലി രക്തക്കൊഴലുകൾ മുഴുവൻ പൊട്ടിച്ച് അതിലൂടെ രക്തം മുഴുവൻ വാർന്നൊഴുകി അവസാനം അത് മരിക്കണം. അത്ര അതിനെ പീഡിപ്പിച്ച് കൊന്നാലും മൃഗസ്നേഹിക്ക് ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ പുണ്യകർമ്മ. എന്നാൽ സ്വന്തം മക്കളെപ്പോലെ ആനയെ നോക്കി പരിപാലിക്കുന്ന ഒരുപാട് ഉടമസ്ഥന്മാരുണ്ട്, ഒരുപാട് പാപ്പാന്മാരുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അതിനെ കുത്തുന്ന, പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ക്ലേശിപ്പിക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അതിനെ നമുക്ക് എതിർത്തേ മതിയാവും. അത്തരം നടപടികൾ നിരോധിച്ചേ മതിയാവും. പക്ഷെ അതേ സമയത്ത് വളരെ സ്നേഹപൂർവ്വം സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ച് ആനയെ നോക്കി പരിപാലിക്കുന്നവരുണ്ട്, കാലികമായി ചികിത്സ നൽകുന്നവരുണ്ട്, അതുപോലെ നോക്കുന്ന പാപ്പാന്മാരുണ്ട്. അവർ കൊണ്ടുവന്ന് കുറച്ചു നേരം എഴുന്നള്ളിക്കുന്നതിനാ പ്രശ്നം. നമ്മുടെ സിദ്ധാന്തമല്ല. അതുകൊണ്ട് വേഗം നിങ്ങളെന്നെ സ്ഥലം വിട്ടോളൂ, എന്തായാലും എഴുന്നേറ്റല്ലോ, ഇനി വേഗം പോയിക്കോളൂ പറഞ്ഞു. ഇതൊക്കെ ഓർമ്മിക്കാനിടയായി 2 മാസം മുമ്പ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണങ്ങൾ, ഒരു കേസിലുള്ള നിരീക്ഷണങ്ങൾ, സുവമോട്ടോ ആണ് നിരീക്ഷണങ്ങൾ വായിച്ചപ്പോൾ അതിൽ ഹൈക്കോടതി കുറച്ച് കടന്നു വരെ പറഞ്ഞു. നീലത്തിമിംഗലം കരയിലൂടെ നടക്കുമായിരുന്നെങ്കിൽ ക്ഷേത്രക്കാർ അതിനെയും പിടിച്ചെഴുന്നള്ളിക്കുമായിരുന്നു എന്ന്. ഒരു കോടതി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു വൈകാരിക പക്വത വേണ്ടേ, ഇമോഷണൽ മാച്യൂരിറ്റി വേണ്ടേ? അതിന് യോജിച്ച ഭാഷയാണോ ഇത്? നമുക്കാർക്കെങ്കിലും അങ്ങനെ പറഞ്ഞു വെച്ചാൽ വിരോധമില്ല. പക്ഷെ കോടതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും നീതിയുക്തമായി, തീർത്തും നിരപേക്ഷമായി വിധി പറയേണ്ടുന്ന, അഭിപ്രായ പ്രകടനം ചെയ്യേണ്ടുന്ന സ്ഥാനത്തിൽ നിന്ന് ഇത്ര വൈകാരികമായൊരു വാക്ക് പുറത്തു വരുമ്പോൾ എന്താ സാധാരണ ഒരു പൗരൻ മനസ്സിലാക്കേണ്ടത്? ഈ ഹൈക്കോടതിയുടെ ഒരു 4.5 കിലോമീറ്റർ ഇപ്പുറത്ത് എടപ്പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചയും ക്രിസ്ത്യൻ പള്ളിയിൽ എത്ര നൂറുകണക്കിന് കോഴികളെയാണ് കൊല്ലുന്നത്? നിങ്ങളൊന്ന് പോയി നോക്കിക്കോളൂ. എന്നാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അവനവൻ്റെ ഉപാസനയുടെ ഭാഗമായിട്ട് ഒരു കോഴീനെ കൊന്നാൽ അപ്പോൾ കേസ് വരില്ലേ? അപ്പോൾ സ്വാമി അമ്പലത്തിൽ കോഴീനെ കൊല്ലണമെന്നാണോ സ്വാമീൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിനക്ക് തിന്നാമെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കാം. ഞാൻ കോഴിയിറച്ചി അറിഞ്ഞുകൊണ്ട് കഴിക്കണില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ എതിർക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ കഴിക്കുകയും ചെയ്യും, ദൈവത്തിനെ കൊടുക്കണേ എതിർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെന്താ യുക്തിയുള്ള? എന്തെങ്കിലും യുക്തിയുണ്ടോ? പറയൂ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. ഈ വലിയ പെരുന്നാളിൻ്റെ ഒരൊറ്റ ദിവസം കൊല്ലപ്പെടുന്ന മൃഗങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. ഒട്ടകടക്കം കൊണ്ടുവന്നിട്ട് കൊല്ലപ്പെടുകയാണ്, ഒരു പ്രശ്നവും ഇല്ല. ഏത് മതസ്ഥാപനത്തിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഹിന്ദുവിൻ്റെ ആരാധനാ കേന്ദ്രത്തിൽ എന്തെങ്കിലും നടന്നാൽ അപ്പം അത് പിന്തിരിപ്പനായി, നിയമവിരുദ്ധമായി, കേസായി, അറസ്റ്റായി. ഇത് എത്ര കാലം നമ്മൾ അനുവദിക്കണം? ചിന്തിക്കുക, സാമാന്യമായി ചിന്തിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ നടക്കുന്നതിനെ ഒരു ദൃഷ്ടിയിലൂടെ നോക്കി കാണുകയും മറ്റുള്ളതിനെ വേറെ ദൃഷ്ടിയിലൂടെ നോക്കി കാണുകയും ചെയ്യുന്ന ആഭാസങ്ങൾ തുടരാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഓരോ തനത് മഹിമ, സാംസ്കാരിക മഹിമ നൂറ്റാണ്ടുകളായി നിലനിന്നത് പുലരേണ്ടതാണ്. എന്നാൽ ആദ്യം പറഞ്ഞത് ഓർമ്മിക്കുക, ഓരോരുത്തരും പുതിയ ക്ഷേത്രം ഉണ്ടാക്കി അല്ലെങ്കിൽ പുതുതായി ക്ഷേത്രം നവീകരിച്ചു, അവിടെ മുഴുവൻ ആന എഴുന്നള്ളിത്ത് അത് യോജിക്കുന്നതല്ല. ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. ഏത് സ്ഥലമായാലും ശരി, ഒരു ജന്തുവേയും ദ്രോഹിക്കുന്നത് ക്ഷേത്രോപാസനയുമായി ബന്ധപ്പെടുത്തി വയ്യ. അതുകൊണ്ട് പലരും അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മുഴുവൻ നിരോധിക്കുക എന്നുള്ളത് യുക്തവും അല്ല. അപ്പോൾ സ്നേഹപൂർവമായി അതിനെ പരിഗണിച്ചുകൊണ്ട്, അതിൻ്റെ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെ ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ നമ്മുടെ നിത്യനൈമിത്തികാദി ചടങ്ങുകളെ മുഴുവൻ നോക്കിക്കണ്ട് ഒറ്റക്കെട്ടായി നിലകൊണ്ട് അവയെ പോഷിപ്പിക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞരായി നമ്മൾ നിലകൊണ്ടാൽ ഒരു പ്രശ്നവും ഒന്നിനും വരില്ല. പക്ഷേ ആദ്യം പറഞ്ഞ എന്തിന്, എങ്ങനെ എന്നുള്ള അറിവ് നമുക്ക് സ്വയം വേണം. അതിന് സ്വാധ്യായം വേണം. സ്വാധ്യായത്തിലൂടെ മാത്രമേ ആ അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. വിഷയാന്തരങ്ങളിലേക്ക് വിപുലമായി പോയി കഴിഞ്ഞാൽ ഈ വിഷയം ഒരു 5-6
മണിക്കൂർ നമുക്ക് ചർച്ച ചെയ്യാം. അതിനെന്തായാലും മുതിരുന്നില്ല. നമ്മൾ നിർത്തണമെന്ന് വിചാരിച്ച സമയം കഴിഞ്ഞിട്ട് 6 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നാലും കൂടിയേ തീരുമെന്ന് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ച് അറിയുന്നതാണെങ്കിൽ പറയാം. ഇല്ലാച്ച ഉണ്ടാക്കരുതേ, ഉള്ളത് മൂടി വയ്ക്കുകയും ചെയ്യണ്ട. കൂടിയേ തീരുമെന്ന് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയും. ഒന്നും ഇല്ലാച്ച സന്തോഷം. നീ ചോദിച്ചാൽ മതി, കേൾക്കും. അതൊക്കെ എങ്ങനെ ചോദിക്കാനുണ്ടോ? ഇല്ല. ഇനി പോയി കഴിഞ്ഞിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ എന്ന് പറയരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം സ്വാമിജി. വിശ്വാമിത്ര മഹർഷിക്ക് ഗായത്രി ദേവത ഇറങ്ങി വന്നു എന്ന് പറയണ്ടായി. അത് പ്രകടമാണോ ചെയ്തത്, അത് ഇറങ്ങി വരികയാണോ ചെയ്തത് എന്നാണ് അറിയുന്നത്. ഇരിക്കുക. ഇവിടെ മന്ത്രദ്രഷ്ടാക്കൾ, സത്യദ്രഷ്ടാക്കൾ, ഇങ്ങനെ രണ്ടർത്ഥങ്ങളാണ് ഋഷി ശബ്ദത്തിനുള്ളത്. സായണൻ, അതുപോലെ യാസ്ക മഹർഷി തുടങ്ങിയവർ കൽപ്പിച്ച അർത്ഥമാണ് പറഞ്ഞത്. ഋഷയോ സത്യദ്രഷ്ടാരഹ, ഋഷയോ മന്ത്രദ്രഷ്ടാരഹ എന്ന്. ഇനി ഋഷി ശബ്ദത്തിന് വേറെ, ഈ വൈയാകരണ ദൃഷ്ടിയിൽ വേറെ അർത്ഥമാണ്. ഒരു സമൂഹത്തിന് മുഴുവൻ വഴി കാണിച്ച് മുമ്പേ നടക്കുന്നവനാണ് ഋഷി. ഋഷി ഗതൗ എന്നുള്ള ധാതുവിൽ നിന്ന്. ഇരിക്കട്ടെ. അപ്പോൾ ആ മഹർഷി ദർശിക്കുകയാണ് ചെയ്യണത്, മന്ത്രത്തെ ദർശിക്കുകയാണ്, ഉണ്ടാക്കുകയല്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ നമുക്കിന്ന് സയൻസ് ടെക്നോളജി രണ്ടിനെ പറയാം. അല്ലെങ്കിൽ ഒന്നും കൂടി ശുദ്ധമായി പറഞ്ഞാൽ പ്യുവർ സയൻസ്, അപ്ലൈഡ് സയൻസ് എന്ന് രണ്ടായി പറയാം. പ്യുവർ സയൻസിലെല്ലാം ഡിസ്കവറിയാണ്, ഒന്നുപോലും ഇൻവെൻഷൻ അല്ല. അപ്ലൈഡ് സയൻസിൽ ഒന്നുപോലും ഡിസ്കവറി അല്ല, ഒക്കെ ഇൻവെൻഷനാണ്. അതായത് ഒരു സത്യം, ഒരു വസ്തുത, അത് അജ്ഞാനത്താൽ മൂടപ്പെട്ടിരുന്നു. ആ മൂടൽ നീങ്ങി കണ്ടെത്തുകയാണ് സയൻസിൽ. മനസ്സിലായി വിചാരിക്കുക. അപ്പോൾ വേദത്തിൽ ഋഷിമാരൊക്കെ തന്നെ കണ്ടെത്തുകയാണ്, ഉണ്ടാക്കുകയല്ല, ഉള്ളതിനെ കണ്ടെത്തുകയാണ്. ഇപ്പോൾ വിശ്വാമിത്രൻ ഗായത്രിയെ ദർശിച്ചു. എങ്ങനെ ദർശിച്ചു? തൻ്റെ ഉപാസനയിലൂടെ പരിശുദ്ധമായ പരിപക്വമായ അന്തഃകരണം കൊണ്ട് ദർശിച്ചു. അതിനെ നമ്മൾ ചമൽക്കാരപൂർവ്വം എന്ന് പറഞ്ഞു നോക്കൂ. ആ ശുദ്ധമായ പരിപക്വവും പരിശുദ്ധമായ അന്തഃകരണത്തിലേക്ക് ഗായത്രി ഇറങ്ങി വന്നു. പറഞ്ഞൂടാ? അങ്ങോട്ട് പോയതല്ലല്ലോ, അത് പ്രകടമായതല്ലേ. അപ്പോൾ ചമൽക്കാരപൂർവ്വം പറഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഗായത്രി ഇറങ്ങി വന്നു പറഞ്ഞാലും ഗായത്രിയെ ദർശിച്ചു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. കൗള പീഠിക പൂജാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് പൂജാ സമ്പ്രദായങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? സത്യസന്ധമായി പറയട്ടെ, അറിയില്ല. ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറയുകയല്ല. ശാക്തേയത്തിൽ കൗളാചാരവും സമയാചാരവും ഒക്കെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം. പക്ഷേ ഈ പീഠികാ പൂജ എന്ന് പറഞ്ഞത് അറിയില്ല. കൗളം എന്ന് പറഞ്ഞാൽ കൗളം, കൗലം രണ്ടും ശരിയാണ്. കുലത്തിൻ്റേത് എന്നാണ് അർത്ഥം. കുലം എന്ന് പറഞ്ഞാൽ കും ലാതീതി കുലം. കു ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. ഭൂമിയെ, പ്രപഞ്ചത്തെ രക്ഷിക്കുന്നതാണ് കുലം. കും ലാതി, അതിൻ്റെ ഭാവം, അതിനു വേണ്ടിയുള്ളത്, സമ്പൂർണ്ണ പ്രപഞ്ചരക്ഷകമായിരിക്കുന്ന ഭാവമാണ് കൗളം. ആ ഭാവത്തിൽ ജഗജ്ജനനിയെ, അമ്മയെ പൂജിക്കുന്നത് കൗളം, ആരാധിക്കുന്നത് കൗളം. അതിന് പല വിധാനങ്ങളുണ്ട്. സാത്വിക, രാജസിക, താമസിക വിധാനങ്ങളുണ്ട്. എല്ലാം നല്ലതാണ്, എല്ലാം വേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉത്തമം, മധ്യമം, അധമം ഇല്ല. മനസ്സിലാക്കണേ. ചിലരൊക്കെ പറയും അത് അധമാണ്, അത് മധ്യമ പൂജയാണ്. ഇല്ല, പൂജയാണോ ഉത്തമമാണ്. അതിൽ സാത്വികം ഉണ്ടാവും, രാജസികം ഉണ്ടാവും, താമസികം ഉണ്ടാവും. അതിനെ ഉത്തമം, മധ്യമം, അധമെന്ന് പറയരുത്. പറഞ്ഞ ആശയം വ്യക്തമാണോ?
അങ്ങനെ കൗളത്തെ അറിയാം എന്നല്ലാതെ ഈ പീഠിക പൂജ എന്താണെന്നുള്ളത് അറിയില്ല. അത് താന്ത്രിക വിഷയത്തിൽ കൂടുതൽ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ചിദാനന്ദപുരസ്വാമിക്ക് ഈ വിഷയം അറിയില്ല. ശരി, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്ത ഉണ്ടാക്കരുതേ. സമയം കുറേ ആയേ. പ്രണാമം സ്വാമിജി. സ്വാമിജി ഇത്രയും നേരം അഹിംസ സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഈ മൃഗങ്ങളെ കൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. അപ്പോൾ നമ്മളുടെ വൈദിക കാലഘട്ടത്തിൽ മന്ത്രത്തിൻ്റെ അർത്ഥം അറിയാണ്ടിട്ടാണെങ്കിൽ പോലും അനേകായിരം ജീവികളെ കൊല്ലുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് ചോദിക്കുന്നവർ പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴാണ് ഈ അഹിംസാ സിദ്ധാന്തം തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ സമൂഹത്തോട് നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇവിടെ അഹിംസാ സിദ്ധാന്തമോ അഹിംസാപരമായ കർമ്മങ്ങൾ മാത്രമോ ആണ് ശ്രേഷ്ഠമെന്ന് ഇന്ന് പറഞ്ഞിട്ടില്ല. പറയേയില്ല, പറയാറുമില്ല. കാരണം വൈദികങ്ങളായ കർമ്മങ്ങളിൽ, യജ്ഞങ്ങളിൽ, യാഗങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റെ താത്പര്യം മനസ്സിലാക്കുമ്പോൾ ജന്തുഹിംസ എന്നുള്ളത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അവിടെ ഹിംസ കടന്നുകൂടിയെന്ന് നമ്മൾ തന്നെ പറയും. തെറ്റായി ശാസ്ത്ര താല്പര്യം മനസ്സിലാക്കാത്തത് കൊണ്ട് കടന്നുകൂടിയതാണ് എന്ന് പറയും. അതേ സമയത്ത് ജന്തുഹിംസ അടങ്ങുന്ന പൂജകൾ തെറ്റാണെന്ന് നമ്മൾ പറയില്ല, പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഒട്ട് പറയുകയില്ല. അതുകൊണ്ടാണ് നേരത്തെ സാത്വികവും രാജസികവും താമസികവും വേണം എന്ന് പറഞ്ഞത്. അവ മൂന്നും ഉത്തമമോ മധ്യമമോ അധമമോ അല്ല, എല്ലാ പൂജയും ഉത്തമമാണെന്ന് പറഞ്ഞത്. കാരണം ദേവതയ്ക്ക് അനുസരിച്ച് യക്ഷാനുരൂപോ ബലിഹി എന്നാണ്. അതത് പൂജ്യമായതിനനുസരിച്ചാണ് സമർപ്പണം. അപ്പോൾ രാജസിക ദേവതകൾക്ക് രാജസിക വിധാനത്തിൽ വേണ്ടി വരും പൂജ, താമസിക ദേവതകൾക്ക് താമസിക വിധാനത്തിൽ വേണ്ടി വരും. അതെല്ലാം ഒരാൾക്കുള്ളതല്ല, ഒരധികാരിക്കുള്ളതല്ല, വിഭിന്ന അധികാരികൾക്കുള്ളതാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ സാത്വിക ഭാവമുള്ളൊരു വ്യക്തി വിചാരിച്ചോളൂ. അപ്പം അയാൾ സാത്വിക ദേവതയെ സാത്വിക വിധാനത്തിൽ പൂജിക്കുന്നു, നല്ലതാണ്. അയാൾക്ക് രാജസിക വിധാനത്തിൽ പൂജിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരിക്കലും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കാനോ തോന്നില്ല. വേഗം ഒന്ന് രക്ഷപ്പെടണേ ഭഗവാനെ എന്നേ തോന്നുള്ളൂ. വെളിച്ചപ്പാടും ചോന്നപ്പട്ടും വാളും വെട്ടും ബഹളമൊക്കെ കേൾക്കുമ്പോൾ വേഗം ഒന്ന് ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു എന്ന് അയാൾക്ക് ഉള്ളിൽ തോന്നും. എന്നാൽ രാജസിക സ്വഭാവിയായിട്ടുള്ള ഒരാൾ സാത്വിക ക്ഷേത്രത്തിൽ പോയാലോ, ഇതെന്താണിത്, ദൈവത്തിനൊരു ശക്തിയില്ലേ, ഇതൊരു വെളിച്ചപ്പാടും ഇല്ല, ഒരു കോഴിയില്ല, ഒരു ചാരായോ ഇല്ല, ഒന്നുമില്ല എന്ന് അയാൾക്ക് തോന്നും. അപ്പോൾ ഇവിടെ പായസം വെച്ചിട്ടാണെങ്കിൽ അവിടെ പായസം മതിയാവില്ല, അവിടെ അല്പം നല്ല ചാരായമോ അല്ലെങ്കിൽ മാംസമോ വെച്ച് പൂജിക്കേണ്ടി വരും. വേണ്ടാന്ന് പറയരുത്, വൈവിധ്യങ്ങളെ ഇല്ലാതാക്കരുത്. ഇനി താമസിക വിധാനമാണെങ്കിൽ ഇത് രണ്ടും മതിയാവില്ല. അവിടെ ചുവന്ന പട്ടൊന്നും മതിയാവില്ല. അവിടെ കറുപ്പ്, ബ്രൗൺ തുടങ്ങിയ വർണ്ണങ്ങളിലുള്ള വേഷവിധാനങ്ങളായിരിക്കും. അവിടെ ഉണക്ക മത്സ്യം അല്ലെങ്കിൽ കള്ള് തുടങ്ങിയ വസ്തുക്കളായിരിക്കും നേദ്യത്തിന് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് വേണ്ടെന്ന് പറയാൻ പാടില്ല. ഇവിടെ നമുക്ക് വന്നു ചേർന്ന വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ, മധ്യകാലഘട്ടത്തിൽ കടന്നു വന്ന ബൗദ്ധത്തിൻ്റെ അതിപ്രസരം അഹിംസ 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 എന്നുള്ളൊരു വാദത്തെ അങ്ങോട്ട് പ്രചരിപ്പിച്ചു. എല്ലാം അഹിംസ. അതിലൂടെയാണ് നമ്മുടെ രാഷ്ട്രം തന്നെ അടിമയായി മാറിയത്. നമ്മുടെ ഏതെങ്കിലും ദേവാലയം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദക്ഷിണാമൂർത്തി തുടങ്ങിയ വളരെ വിരളം ദേവതകൾ ഒഴിച്ച് മറ്റെല്ലാവർക്കും എത്ര കൈകളാണ്, എത്ര ആയുധങ്ങളാണ്? വിഷ്ണുവിനെ നോക്കൂ, ഒരു ശസ്ത്രവും ഒരസ്ത്രവുമാണ്. ശിവനെ നോക്കൂ, ശൂലം എപ്പോഴും കയ്യിലുണ്ടാവും. നെറ്റിയിലോ ജ്ഞാനാഗ്നിയാണെങ്കിലും അഗ്നിയും ഉണ്ടാവും. സുബ്രഹ്മണ്യനെ നോക്കൂ, വേല എപ്പോഴും ഉണ്ടാവും. ഭഗവതിയെ നോക്കുക വേണ്ട, കാരണം 4 കൈ, 6 കൈ, 8 കൈ, 10 കൈ, 18 കൈ, 20 കൈ, ഓരോ കൈയിലും വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളാണ്. അതൊന്നും വെറുതെ കാണിക്കാൻ ഷോക്കേസിൽ വെക്കാനുള്ളതല്ല.
ആസുരിക ശക്തികളെ ഇല്ലാതാക്കാൻ തന്നെയാണ്. അവിടെ അഹിംസ അഹിംസ എന്ന് പറഞ്ഞിരിക്കാനല്ല പറഞ്ഞത്. ഹിംസ വേണ്ടെടുത്ത് ഹിംസ വേണം, അഹിംസ വേണ്ടെടുത്ത് അഹിംസ വേണം. ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ നമുക്ക് കഴിയണം. നോക്കട്ടെ, ഒന്ന് ചോദിക്കട്ടെ. നമ്മളിവിടെ ഈ ആറാട്ടുപുഴ എന്നുള്ള പ്രദേശത്ത് ഈ ഹിന്ദു സമ്മേളനത്തിൽ ഈ തുറന്ന ഈ സ്ഥലത്ത് പന്തലിട്ടിട്ട് ഇങ്ങനെ പലര് വരിക, പ്രസംഗിക്കുക, പലര് കേൾക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക, അല്ലേ, പോവുക. എന്തുകൊണ്ടാ? അതെന്ത് ചോദ്യ സ്വാമി? ആവർത്തിക്കണം. എന്തുകൊണ്ടാ? മറുപടി പറയാം. നല്ല ഒന്നാം തരം മെഷീൻ ഗണ്ണും എടുത്ത് നമ്മുടെ സൈനികർ അവരുടെ ജീവൻ പണയം വെച്ച് അതിർത്തികളിൽ കാവൽ നിൽക്കുന്നുണ്ടാ? ആണോ അല്ലയോ? അല്ല സാർ, നമ്മളിവിടെ ഇരിക്കുക. അവിടെ അഹിംസ എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ നമ്മൾ ഇരിക്കുക. അപ്പോൾ ഇതാണ് ബൗദ്ധം വന്നിട്ട്. നോക്കൂ, നമ്മൾ മഹാനായ അശോകൻ എന്ന് പറയും. എനിക്ക് മനസ്സിലാവാറില്ല എന്തുകൊണ്ടാണ് മഹാനായ അശോകൻ എന്ന് പറയണമെന്ന്. മഹാനായ അക്ബർ എന്തുകൊണ്ടാണ് മഹാനായത്? എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ചൊക്കെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും, സ്വാമി ആയുധം വെച്ചോണ്ട്. ആയുധം വെച്ച അയാൾ സന്യസിച്ചിരുന്നെങ്കിൽ അയാളെ മഹാൻ എന്ന് പറയുമായിരുന്നു. ആയുധം വെച്ച് രാജപദവിയിൽ ഇരുന്ന മഹാനല്ല, രാഷ്ട്രത്തെ ദുർബലമാക്കി തീർക്കുക ചെയ്യണത്. അങ്ങനെ ക്രമികമായി നമ്മുടെ ശക്തി ഉപാസന എന്നുള്ളത് പോയി ദുർബലന്മാരായി നമ്മൾ. അതുകൊണ്ട് ഹിംസ വേണ്ടെടുത്ത് ഹിംസ വേണം, അഹിംസ വേണ്ടെടുത്ത് അഹിംസ വേണം. അതാണ് വൈദിക സിദ്ധാന്തം. ശംഖവും ചക്രവും ഗദയും പത്മവും ഒത്തുചേർന്നവൻ സ്ഥിതിപാലകനാകും. ബ്രഹ്മക്ഷത്രേ ജഗതഃ വിധാരണഭൂതേ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞു തരും. ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യവും ഒത്തൊരുമിച്ചാൽ മാത്രമേ ഈ ജഗത്ത് സംരക്ഷിക്കപ്പെടൂ. അല്ലാണ്ട് ബ്രഹ്മതേജസ് മാത്രം മതി പറഞ്ഞാൽ പറ്റില്ല. അറിവും വേണം, കരുത്തും വേണം. കരുത്ത് മാത്രം പോരാ, അറിവ് മാത്രം പോരാ, രണ്ടും സമന്വയിക്കണം. അതുകൊണ്ട് സാത്വികവും വേണം, രാജസികവും വേണം, താമസികവും വേണം. ഈ ബൗദ്ധം വല്ലാതെ തലേ കയറിയിട്ടാണ് അഹിംസ 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 എന്നായത്. അത് സ്വീകാര്യമല്ല എന്നാണ് പറയാനുള്ളത്. ഇതിൽ അഭിപ്രായമുള്ളവരുണ്ടാവും, അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും. സ്വാഗതം. തീർച്ചയായിട്ടും നമ്മുടെ സനാതന സംസ്കൃതി അഭിപ്രായ ഭേദങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ശരി, തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. വളരെ വളരെ സന്തോഷം. ഓം.